നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. സമരങ്ങൾ അവസാനിക്കുന്നില്ല. കർഷകർക്ക് പ്രതീക്ഷയും സന്തോഷവും ഇനിയും അകലെ. സമരവഴിയിൽ കേരള കോൺഗ്രസ്. അന്തസ്സും ചങ്കൂറ്റവും നഷ്ടപ്പെടാതെ ചിലരെങ്കിലും ഇവിടുണ്ട്. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആ വേലിയെ പൊളിച്ച് എക്സൈസ്. നെല്ല് സംഭരണ പ്രശ്നത്തിൽ താൽക്കാലിക ശമനം. കിഴിവ് നൽകി നെല്ല് സംഭരിക്കാൻ പ്രതിനിധികളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് സമരത്തിലേക്ക്. കുട്ടനാട്ടിലെ നെൽ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നവംബർ 4-ന് പാടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ KC ജോസഫ്. ഇപ്പോഴത്തെ UDF സർക്കാർ അധികാരത്തിൽ വന്ന് അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റിൽ പമ്പിംഗ് സബ്സിഡിക്ക് പൂർണ്ണമായും സർക്കാർ തുക അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പ്രഖ്യാപനമുണ്ടായി 4 വർഷം പിന്നിട്ടിട്ടും തുക അനുവദിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നെല്ല് സംഭരിക്കുന്നതിന് അത് സംഭരണം തുടങ്ങിയ ഘട്ടത്തിൽ 700 രൂപയായി ഒരു കിൻഡലിന് നിശ്ചയിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ 1900 രൂപ മാത്രമാണ് ഒരു കിൻഡലിന് നൽകുന്നത്. എന്നാൽ അന്നത്തെ 700 രൂപയെ നിശ്ചയിക്കുന്നതിന് വെച്ച മാനദണ്ഡങ്ങളും കൃഷിച്ചെലവും മറ്റു കാര്യങ്ങളുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു കിൻഡൽ നെല്ലിന് 2500 രൂപയെങ്കിലും കിട്ടുവാൻ കൃഷിക്കാർക്ക് അർഹതയുണ്ട്. അതേപോലെ അന്ന് 700 രൂപ വില നിശ്ചയിക്കുമ്പോൾ നിശ്ചയിച്ച കൈകാര്യ ചെലവാണ് ഒരു കിൻഡലിന് 12 രൂപ എന്നുള്ളത്. ഇപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും കൈകാര്യ ചെലവിൽ വർധനവുണ്ടായിട്ടില്ല. അത് 100 രൂപയായെങ്കിലും പുതുക്കി നിശ്ചയിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കൃഷിക്കാരുടെ ആവശ്യം. അതോടൊപ്പം കൃഷിനാശത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ പ്രഖ്യാപിച്ചത് ഇപ്പോഴും കുടിശ്ശികയായി നൽകുന്നു. ഇത് കുടിശ്ശിക തീർത്ത് നൽകണം. ഈ ആവശ്യങ്ങൾ എല്ലാം ഉന്നയിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് സുരക്ഷിതത്വ ബോധത്തോടുകൂടി കൃഷി ചെയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ലഭ്യമാക്കുന്നതിന് ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്നതിനും കൃഷിക്കാരുടെ ആകെ പിന്തുണ നേടുന്നതിനും ഈ ആവശ്യത്തിന് ബഹുജന പിന്തുണ നേടുന്നതിനും വേണ്ടി ഈ ചൊവ്വാഴ്ച 4-ാം തീയതി നവംബർ മാസം 4-ാം തീയതി 10 മണിക്ക് മങ്കൊമ്പിൽ പാടി ഓഫീസിന് മുൻവശത്ത് കർഷക ധർണ നടത്തുവാൻ കേരള കോൺഗ്രസ് പാർട്ടി നിയോജക കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വശപ്പെടാതെ എക്സൈസ്. NCP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിന്റെ അർദ്ധ സഹോദരൻ അനധികൃത മദ്യവിൽപ്പനയിൽ റിമാൻഡിൽ. നെടുമുടി ചതുർത്ഥാഗിരി കടവിലെ കടത്തുകാരനായ കാവനാട്ട് വീട്ടിൽ തോമസ് ചെറിയാനാണ് അനധികൃത മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായത്. കടത്തുവള്ളത്തിൽ മദ്യം സൂക്ഷിക്കുകയും ആവശ്യക്കാർക്ക് എത്തിക്കുകയുമായിരുന്നു തൊഴിൽ. രാഷ്ട്രീയ സ്വാധീനം ഇതിനായി ഉപയോഗിച്ചിരുന്നതായും എക്സൈസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. വില കുറഞ്ഞ മദ്യം വാങ്ങി ചെറിയ കുപ്പികളിലേക്ക് പകർന്നാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. നിരവധി പരാതികളെ തുടർന്ന് കാവനാട് വീട്ടിൽ ചെറിയാൻ തോമസ് പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുട്ടനാട് റേഞ്ച് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടനാട്ടിലെ അനധികൃത മദ്യവിൽപ്പന തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നെല്ല് സംഭരണം ഊർജിതമാക്കാൻ തീരുമാനം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആലപ്പുഴ കളക്ടറേറ്റിൽ കൂടിയ പാടശേഖര സമിതി ഭാരവാഹികളുടെയും മില്ലുടമകളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. മഴ മൂലം നെല്ലിൽ ഈർപ്പ കൂടുതൽ കണ്ടതിനെ തുടർന്നുണ്ടായ സമരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടറേറ്റിൽ യോഗം ചേർന്നത്. കർഷകരും മില്ലുടമകളും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ കിഴിവ് നൽകി നെല്ല് സംഭരിക്കാം. നെല്ല് ഉണക്കി നൽകുവാൻ കർഷകർ പരമാവധി ശ്രമിക്കണം. പതിരിന്റെയും ഖനമങ്കിന്റെയും തോത് നെല്ലിൽ അനധികൃതമായി കണ്ടാൽ ജില്ലാ വിത്തു പരിശോധന ലാബിൽ പരിശോധിച്ചതിനു ശേഷം പഞ്ചായത്ത് തല സമിതികളുടെയും തീരുമാനത്തിന് അനുസൃതമായി നെല്ല് സംഭരണം നടത്താം. റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒന്നാങ്കര മുതൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വരെയുള്ള റോഡ് പുനരുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് യോഗം നടന്നത്. ഒന്നാങ്കര മുതൽ തെക്കോട്ട് വടക്കേ 900 വരെയുള്ള വഴി പ്രദേശവാസികളുടെ നിരന്തര ആവശ്യമായിരുന്നു. പാടശേഖരത്തിലേക്ക് ആവശ്യമായ കൃഷിപ്പണികൾക്കും നെല്ല് കരക്കെത്തിക്കുവാനും പുറംബണ്ടിൽ താമസിക്കുന്നവർക്ക് വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനും ഈ റോഡിന്റെ പുനരുദ്ധാരണം അത്യാവശ്യമാണെന്ന് വാർഡ് മെമ്പർ K. ബൈജു പറഞ്ഞു. ചമ്പക്കുളം 5-ാം വാർഡിൽ ഒന്നാങ്കര മുതൽ
പോളേമുട്ടൽ വരെയുള്ള വഴി ഗ്രാവൽ ഇറക്കി വീതി കൂട്ടുന്നതിന് കുട്ടനാട് MLA തോമസ് ചാണ്ടി ധനസഹായം അനുവദിക്കാമെന്ന് അറിയിച്ചതായി ഇടവക വികാരിയും കുട്ടനാട് വികസന സമിതി ഡയറക്ടറുമായ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. ഇതൊരു മാതൃകയായി മാറണം. നമ്മളൊരു റോഡ് വികസനം എങ്ങനെ ജാതി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒന്നാംകര പോളേമുട്ട് റോഡ് മാതൃകയാക്കണം. നമ്മുടെ MLA ഏതായാലും നമുക്ക് സഹായം വാഗ്ദാനം ചെയ്തതിൽ നമുക്ക് അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് നമുക്ക് തീർച്ചയായിട്ടും വളരെ ആവേശം തരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ വളരെ പ്രധാനം അവസാനം വരെ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇതിന്റെ ചുമതലയേൽക്കുന്ന കൺവീനറോ ചെയർമാനോ ഒക്കെ മാത്രം ഏൽപ്പിക്കാതെ എല്ലാവരും ഭാരവാഹിത്വം ഇല്ലാത്തവരും എല്ലാവരും നമ്മുടെ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഈ റോഡ് വികസിപ്പിച്ചെടുക്കുവാനും അതിലൂടെ നമുക്ക് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേഗം നമുക്ക് നിർദ്ദിഷ്ട സ്ഥാനം എത്തിച്ചേരാനായിട്ടുള്ള യാത്രാ സൗകര്യം ഉണ്ടാകാൻ ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കമ്മിറ്റി ചെയർമാൻ പുഷ്പി ജോസഫ്, AK സുബ്രഹ്മണ്യൻ, ആർട്ടിസ്റ്റ് സാബു, ബാബു T ജോസഫ്, MP ജോസഫ്, KC ശ്യാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പിറവി ദിനത്തിൽ പുതുമാതൃക. പുതുവേലിൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഷെയർ ആൻഡ് കെയർ 2014 പദ്ധതിയിൽ ചങ്ങനാശ്ശേരിയിലെ 100 കുടുംബങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭ പായിപ്പാട്, തൃക്കൊടിത്താനം, വാഴപ്പള്ളി, മാടപ്പള്ളി, കുറിച്ചി തുടങ്ങിയ പഞ്ചായത്തുകളിലെ CDS തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കാണ് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തത്. കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഓട്ടോറിക്ഷ വിതരണം മാത്രമല്ല, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിർധനരായ പാവപ്പെട്ടവരുടെ ഹൃദയം കവരുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ശ്രീ അലക്സ് പുതുവീട്ടിൽ എന്ന കാര്യത്തിൽ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ ധനമുള്ള, സമ്പാദ്യമുള്ള, സാമ്പത്തിക ശേഷിയുള്ള അനേകം ആളുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരംശം സമൂഹത്തിൽ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവർക്ക് മാറ്റിവെക്കണം എന്ന് എല്ലാവർക്കും തോന്നുകയില്ല. അവർ കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ ധനാത്മക മാർഗങ്ങൾ കണ്ടെത്തി അത് സൂക്ഷിക്കും, അല്ലെങ്കിൽ ബാങ്കുകളിൽ നിക്ഷേപിക്കും, വിദേശ ബാങ്കുകളിൽ വരെ നിക്ഷേപിക്കും. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA-മാരായ മാത്യു T തോമസ്, CF തോമസ്, മോൻസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര.
ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. നായർ സമുദായ അംഗങ്ങൾ ഉറക്കം വെടിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായി പ്രവർത്തിക്കണമെന്ന് NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ. നടുഭാഗം NSS കരയോഗത്തിന്റെ ശതാബ്ദി ആഘോഷവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അപാകത മൂലം പല ഭവിഷ്യത്തുകളും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നാം ഒന്ന് പുറകോട്ട് ചിന്തിക്കാതെ ഉറക്കം നടിച്ച് മുന്നോട്ട് പോയാൽ നാം ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ടായിരിക്കണം, നമുക്ക് പല സ്വപ്നങ്ങളുണ്ടായിരിക്കണം. ഇതൊക്കെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുള്ള പ്രയത്നങ്ങൾ നമ്മളിലൂടെ ഉണ്ടാകണം. കറണ്ട് ഉണ്ടെങ്കിൽ ഫാൻ കറങ്ങിയില്ല, ഈ മൈക്ക് ശ്രദ്ധിക്കില്ല, ഈ സ്വിച്ച് ഓൺ ചെയ്യണം. അതുപോലെ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള വിജയസാധ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സഹോദരന്മാരെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഇന്നലകളിൽ ഉണ്ടായതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബുദ്ധിയും ശക്തിയും കൂട്ടായ്മയിലൂടെ തിരിച്ച് പിടിക്കുവാനും നാം സമൂഹത്തിലെ ആരാലും തകർക്കപ്പെടാൻ പറ്റാത്ത ഒരു വൻ ശക്തിയായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകുവാൻ. കരയോഗം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് KP നാരായണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ ത്യാഗരാജൻ നായർ, KP ഗോപാലകൃഷ്ണൻ നായർ, ശ്രീദേവി രാജു, L കമലമ്മ എന്നിവർ സംസാരിച്ചു. തലവടി ആനപ്രമ്പാൽ വടക്ക് 865 NSS കരയോഗത്തിന്റെയും 861 വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശതവാർഷിക ആഘോഷവും കുടുംബസംഗമവും നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ P ഗീത മുഖ്യ പ്രഭാഷണം നടത്തി. ജയകുമാർ, അഡ്വക്കേറ്റ് S സുദർശനകുമാർ, വിശ്വനാഥൻ നായർ, രാധാമണി, പ്രഭാരാജ്, ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. കുട്ടനാട്ടിലെ പുഞ്ച കൃഷി അനിശ്ചിതത്വത്തിൽ. തുലാമഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതാണ് പുഞ്ചകൃഷിക്കായി നിലമൊരുക്കിയ പാടശേഖരങ്ങളിൽ മട വീഴാൻ കാരണമാകുന്നത്. കുട്ടനാട് പാക്കേജ് ഉൾപ്പെടുത്തി പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തും എന്ന പ്രതീക്ഷയിൽ കൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. തുലാമഴ ആരംഭിച്ചതിനു ശേഷമുണ്ടായ ജലവിധാനത്തിലെ ഉയർച്ചയും പുറംബണ്ടുകളുടെ ബലക്ഷയവുമാണ് മടവീഴ്ചയ്ക്ക് കാരണമാകുന്നത്. മുട്ടാർ കൃഷിഭവന്റെ കീഴിൽ വരുന്ന ചോരക്കലകം പാടശേഖരത്തിലാണ് ഞായറാഴ്ച മട വീണത്. 300 ഏക്കറുള്ള പാടശേഖരത്തിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ച് നവംബർ 5-ാം തീയതി വിതയ്ക്കാൻ തീരുമാനിച്ചതായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി മടവീഴ്ച ഉണ്ടായത്. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പുഞ്ചകൃഷി ഇറക്കാൻ സാധിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. മുട്ടാർ കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന ചേരിക്കലകം പാടശേഖരം, ഈ പാടശേഖരം ഞങ്ങളുടെ 225 ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. അത് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി മട വീണു. അത് ഇതിന് വേണ്ട നടപടികൾ കൃഷി ഓഫീസിൽ നിന്ന് സ്വീകരിച്ചു തരണമെന്ന് ആണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇത് 5-ാം തീയതി വരെ നിശ്ചയിച്ചിരുന്ന പാടമാണ്. അതിനകത്ത് കൃഷിക്ക് ഇനി യോഗ്യമല്ലതായിരിക്കുകയാണ്. അതിനാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി സ്വീകരിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി താറാവിൻ കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടന്ന പദ്ധതി ജോപ്പൻ ജോയി വാരിക്കാട് ഉദ്ഘാടനം ചെയ്തു. കണ്ണങ്കരയിലെ താറാവ് കർഷകർക്കായാണ് പാക്കേജിൽ ഉൾപ്പെടുത്തി താറാവ് വിതരണം നടന്നത്. മങ്കൊമ്പ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുട്ടാർ സർപ്പക്ഷേത്രത്തിലെ വാർഷിക പൂജയും കുടുംബയോഗവും നടന്നു. അരുൺകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ ഗോപിനാഥൻ നായർ അധ്യക്ഷനായി. KV മോഹനൻ, ലതീഷ് കുമാർ, മുട്ടാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കുട്ടനാട് താലൂക്ക് യൂണിയന്റെ വാർഷിക സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. മങ്കൊമ്പിൽ നടന്ന യോഗം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻ കെ നായർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡില്ല, ശബരിമല പോകുന്ന ആളുകളെ സഹായിക്കുവാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അയ്യപ്പ സേവാ സംഘം ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് സഹായമായി അസുഖം ബാധിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും മരണപ്പെടുന്ന ആളുകളെ അവിടെ തന്നെ സംസ്കരിക്കുന്നതിനും നാട്ടിലെത്തിക്കണമെങ്കിൽ നാട്ടിലെത്തിക്കുന്നതിനും വേണ്ടി ഡോക്ടർ പി എ വേലായുധൻ പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അയ്യപ്പ സേവാ സംഘം ഇന്ന് 69ാം പിറന്നാൾ ആഘോഷിച്ച് 70ലേക്ക് കടക്കുന്ന ഒരു മുത്തച്ഛനായി മാറിയിരിക്കുന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോജി സ്കോളർഷിപ്പ് വിതരണം നടത്തി. എസ് മായാദേവി, ഗണേഷ് പുലിയൂർ, ഹരികുമാർ ചമ്പക്കുളം, ജി തുളസിദാസ് എന്നിവർ സംസാരിച്ചു. ഇനി ചരമവാർത്തകൾ. എടത്വ കറുകയിൽ വരമ്പത്ത് വീട്ടിൽ കെ എ വർഗീസ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 4-ന് ആനപ്രമ്പാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയ കുടുംബ കല്ലറയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരങ്ങൾ അവസാനിക്കുന്നില്ല. കർഷകർക്ക് പ്രതീക്ഷയും സന്തോഷവും ഇനിയും അകലെ. സമരവഴിയിൽ കേരള കോൺഗ്രസ്. അന്തസ്സും ചങ്കൂറ്റവും നഷ്ടപ്പെടാതെ ചിലരെങ്കിലും ഇവിടുണ്ട്. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആ വേലിയെ പൊളിച്ച് എക്സൈസ്. നെല്ല് സംഭരണ പ്രശ്നത്തിൽ താൽക്കാലിക ശമനം. കിഴിവ് നൽകി നെല്ല് സംഭരിക്കാൻ പ്രതിനിധികളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.